ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വടക്കൻ മധ്യ കേരളത്തിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശം. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നു. ഇടുക്കി ജലനിരപ്പ് സംഭരണശേഷിയുടെ 42%. മലയോരങ്ങളിൽ രാത്രിയാത്രയ്ക്ക് വിലക്ക്. തിരുവനന്തപുരം മരിനാട് തീരത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ആലപ്പുഴയിലും ഇടുക്കിയിലും പാലക്കാടും മഴക്കെടുതിയിൽ മരണം. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ മരിച്ച ക്രിസ്റ്റഫർ ജോയിയുടെ മാതാവിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഗവർണർക്ക് റിപ്പോർട്ട് നൽകി. വാർത്തകൾ വിശദമായി. വടക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശം. അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നു. കല്ലാർകുട്ടി, മലങ്കര, ലോവർ പെരിയാർ തുടങ്ങിയ സംഭരണികളിലെ ഷട്ടർ ഉയർത്തി. മൂഴിയാർ, ഇരട്ടയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു. ഭവാനിപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്നു. പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ വ്യാപക കൃഷിനാശമുണ്ടായി. മലയോരങ്ങളിലേക്കുള്ള രാത്രിയാത്രയ്ക്ക് വിലക്കുണ്ട്. പാലക്കാട്, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത തുടരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻ പിടിക്കാൻ പോകരുത്. എൻഡിആർഎഫിന്റെ 9 ടീം സംസ്ഥാനത്തുണ്ട്. തിരുവനന്തപുരം കഠിനംകുളം മരിനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മരിനാട് അർത്തിയിൽ പുരയിടത്തിൽ അലൂഷ്യസ് ആണ് മരിച്ചത്. ഇന്ന് രാവിലെ 6 മണിക്കാണ് അപകടം. അലൂഷ്യസ് ഉൾപ്പെടെ 6 പേരാണ് വള്ളത്തിൽ മീൻ പിടിക്കാൻ പോയത്. ആലപ്പുഴ മട്ടാഞ്ചേരിയിൽ മരം വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ആറാട്ടുവഴി സിയാദ് മൻസിലിൽ ഉനൈസ് ആണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. പാലക്കാട് പുതുകുന്നിപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മുതുകുന്നിപ്പുഴ സ്വദേശി രാജേഷാണ് മരിച്ചത്. ഇടുക്കിയിൽ രാത്രി പുഴയിൽ വീണ യുവാവ് മരിച്ചു. മാങ്കുളം താളുംകണ്ടംകുടി സ്വദേശി സനീഷാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. താളുംകണ്ടംകുടിയിൽ നിന്ന് യുവാവ് താമസ സ്ഥലമായ പുതുക്കുടിയിലേക്ക് പോകുന്നതിനിടെ കാൽ തെറ്റി വെള്ളത്തിൽ വീഴുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തം. അണക്കെട്ടിൽ 24 മണിക്കൂറിനിടെ 3.58 അടി ജലനിരപ്പ് ഉയർന്നു. ഇപ്പോൾ ജലനിരപ്പ് 2345.6 അടിയിലെത്തി. ഡാമിന്റെ സംഭരണശേഷിയുടെ 42% ഇത്. 171.8 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ പദ്ധതി പ്രദേശത്ത് രേഖപ്പെടുത്തിയത്. 7.04 കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ഒറ്റ ദിവസം കൊണ്ട് ഡാമിൽ ഒഴുകിയെത്തി. തീവ്ര മഴയിലും കാറ്റിലും വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് വ്യാപക നാശം. 1000-ലേറെ പോസ്റ്റുകൾ തകർന്നു. ട്രാൻസ്ഫോമറുകൾക്ക് വ്യാപകമായി കേടുണ്ടായി. അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ കെഎസ്ഇബി സെഷൻ ഓഫീസിലോ 9496010101 എന്ന നമ്പറിലോ അറിയിക്കണം. 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ, വയനാട്, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകൾക്കാണ് അവധി. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂരിൽ കോളേജുകൾക്ക് അവധിയില്ല. പത്തനംതിട്ടയിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴ തുടരുന്നതിനാൽ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രവും പ്രവർത്തിക്കുന്നില്ല. കോഴിക്കോട് സരോവരം, ഭട്ട് റോഡ് ബീച്ച്, കാപ്പാട്, വടകര സാൻഡ് ബാങ്ക്സ്, അരീപ്പാറ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾക്ക് അവധിയാണ്. കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴയിലും കാറ്റിലും 2 ദിവസങ്ങളിലായി 5 വീടുകൾ പൂർണ്ണമായും 78 വീടുകൾ ഭാഗികമായും തകർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. കണ്ണൂരിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് അല്പം കുറവുണ്ടെങ്കിലും മഴക്കെടുതിയുടെ ദുരിതം രൂക്ഷമാണ്. ജില്ലയിൽ പലയിടത്തും മരങ്ങൾ വീണും മതിലിടിഞ്ഞും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. കിഴുന്ന, ആദികടലായി, മുഴപ്പിലങ്ങാട്, തലശ്ശേരി, കോടിയേരി, മട്ടാമ്പ്രം, തിരുവങ്ങാട്, കൊടുവള്ളി, മേലൂർ, കൂത്തുപറമ്പിനടുത്ത് ചെറുവാഞ്ചേരി, പയ്യന്നൂരിനടുത്ത് കുഞ്ഞിമംഗലം, ചെറുപുഴ എന്നിവിടങ്ങളിലും വ്യാപകമായ നാശനഷ്ടമുണ്ടായി. കൊട്ടിയൂർ പാൽച്ചുരം മാനന്തവാടി റോഡിൽ ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഇന്ന് രാവിലെയും മണ്ണിടിച്ചിലുണ്ടായി. ഇന്നലെ രാത്രി കൂറ്റൻ പാറക്കെട്ടുകളാണ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. രാവിലെയോടെ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 7 എണ്ണം പൂർണ്ണമായും തുറന്നു. 9 എണ്ണം 100 സെന്റിമീറ്റർ കണ്ട് ഉയർത്തിയിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വനമേഖലയിൽ യാത്രാ നിയന്ത്രണം.
ഇതുവഴി അത്യാവശ്യ യാത്രികർക്ക് മാത്രം അനുവാദം, വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ നിരോധനം ഏർപ്പെടുത്തി. വയനാട് ജില്ലയിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. വയനാട്ടിൽ അതിശക്തമായി മഴ തുടരുകയാണ്. കൽപ്പറ്റ ബൈപ്പാസിന് സമീപം കോറിക്കുളം തകർന്ന് ഏറെ നേരം ബൈപ്പാസിൽ ഗതാഗത തടസ്സം നേരിട്ടു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് കോറിക്കുളം തകർന്നത്. മാനന്തവാടി പെരുവക കരിന്തിരിക്കട് പാലത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗത തടസ്സം നേരിടുകയാണ്. കല്ലോടി ഒരപ്പ് പാലത്തിൽ വെള്ളം കയറിയതോടെ ഇതുവഴി ഗതാഗത തടസ്സം നേരിടുന്നു. മുതിരേരി പുഞ്ചക്കടവ് റോഡിൽ വെള്ളം കയറിയതോടെ ഇതുവഴിയുള്ള ഗതാഗത തടസ്സം നേരിടുകയാണ്. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് പാൽച്ചുരം റോഡിൽ ഇന്നലെ രാത്രിയിൽ ഗതാഗത തടസ്സം നേരിട്ടിരുന്നു. തുടർന്ന് പുലർച്ചെ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ വയനാട് താമരശ്ശേരി ചുരം, പാൽച്ചുരം, നെടുമ്പൊയ് ചുരം, കുറ്റ്യാടി ചുരം എന്നിവിടങ്ങളിൽ ഗതാഗത യോഗ്യമാണ്. പാൽച്ചുരം വഴിയുള്ള യാത്ര രാത്രികാലങ്ങളിൽ പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ട്. നിലവിൽ നൂൽപ്പുഴയിൽ 10 അംഗങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ കുടുംബത്തിന് 11 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചതായി മന്ത്രി OR കേളു അറിയിച്ചു. രാജുവിന്റെ മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കും, വീട് അനുവദിക്കും. കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കിടപ്പിലായ രാജുവിന്റെ ജ്യേഷ്ഠന്റെ മകൻ ബിജുവിന് പെൻഷൻ നൽകാനും തീരുമാനിച്ചു. മന്ത്രി OR കേളുവിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. തിരുവനന്തപുരം പേരൂർക്കട വഴയിരയിൽ മരം കാറിന് മുകളിലേക്ക് വീണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. തൊളിക്കോട് സ്വദേശിനി മോളി ആണ് മരിച്ചത്. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. തിരുവനന്തപുരം തമ്പാനൂർ ഭാഗത്തെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞ ക്രിസ്റ്റഫർ ജോയിയുടെ മാതാവിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് ഗവർണർക്ക് റിപ്പോർട്ട് നൽകി. തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ എത്തിയാണ് ജസ്റ്റിസ് ഹരിപ്രസാദ് അന്വേഷണ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറിയത്. മാധ്യമരംഗത്തേക്കുള്ള കോർപ്പറേറ്റുകളുടെ കടന്നുവരവ് വാർത്തയിലെ സത്യസന്ധത കച്ചവട താൽപര്യങ്ങൾക്കായി മാറ്റി നിർത്തുന്ന സ്ഥിതി ഉണ്ടാക്കിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ 57ാമത് ബാച്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികാചരണം വിപുലമായ അനുസ്മരണ ചടങ്ങുകളോടെ നാളെ ആരംഭിക്കും. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി അങ്കണത്തിൽ നാളെ രാവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അടുത്ത മാസം 25 വരെ സംസ്ഥാനത്തൊട്ടാകെ പരിപാടികൾ ഉണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ആമയിഴഞ്ചാൻ തോടിന്റെ റെയിൽവേ സ്റ്റേഷനടിയിൽ കൂടി പോകുന്ന ഭാഗത്ത് മാലിന്യം നീക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര യോഗം വിളിച്ചു. നാളെ പകൽ 11:30 ഓൺലൈനായാണ് യോഗം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ഞായറാഴ്ച അടുത്ത കപ്പലെത്തും. കണ്ടെയ്നർ കൊണ്ടുപോകാൻ എത്തിയ ആദ്യ ഫീഡർ വെസൽ മറിൻ അസുർ ഇന്ന് മടങ്ങും. രാജ്യത്തുടനീളം ഇന്ന് മുഹറം ആചരിക്കുന്നു. സത്യത്തിനും നീതിക്കും വേണ്ടി ജീവൻ ബലിയർപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്രത്ത് ഇമാം ഹുസൈന്റെയും കൂട്ടാളികളുടെയും രക്തസാക്ഷിത്വ ദിനമായാണ് മുഹറം ആചരിക്കുന്നത്. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും ആയിരുന്ന ഹിരണ്യൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഗുരുവായൂരിൽ വച്ചായിരുന്നു അന്ത്യം. അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരി ഗീതാ ഹിരണ്യന്റെ ഭർത്താവാണ്. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 90 രൂപ വർദ്ധിച്ച് 6875 രൂപയും പവന് 720 രൂപ കൂടി 55,000 രൂപയുമാണ് ഇന്നത്തെ വില. കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ അപേക്ഷ സമർപ്പിച്ചവർക്ക് പ്രൊഫൈൽ തിരുത്താൻ ഈ മാസം 20 വരെ അവസരമുണ്ട്. വിശദവിവരങ്ങൾ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അറിയാം. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ആഗോള നീതിക്കും ഉത്തരവാദിത്തത്തിനും വേണ്ടി ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടത്തെ അനുസ്മരിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. 1998 ജൂലൈ 17 അംഗീകരിച്ച ചരിത്രപരമായ റോം ചട്ടത്തിൽ നിന്നാണ് ലോക അന്താരാഷ്ട്ര നീതി ദിനത്തിന്റെ ഉദ്ഭവം. 2024-25 വർഷത്തെ MBA കോഴ്സ് പ്രവേശനത്തിനായി നടത്തിയ കേരള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫലം പ്രസിദ്ധീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കൻ മധ്യ കേരളത്തിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശം. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നു. ഇടുക്കി ജലനിരപ്പ് സംഭരണശേഷിയുടെ 42%. മലയോരങ്ങളിൽ രാത്രിയാത്രയ്ക്ക് വിലക്ക്. തിരുവനന്തപുരം മരിനാട് തീരത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ആലപ്പുഴയിലും ഇടുക്കിയിലും പാലക്കാടും മഴക്കെടുതിയിൽ മരണം. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ മരിച്ച ക്രിസ്റ്റഫർ ജോയിയുടെ മാതാവിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഗവർണർക്ക് റിപ്പോർട്ട് നൽകി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.